അന്യഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് എത്തിയ മറ്റൊരു നടിയാണ് ഗൗതമി. ആന്ധ്രാപ്രദേശാണ് ഗൗതമിയുടെ ജന്മനാട്. 1987 ദയമായുഡു എന്ന തെലുങ്ക് സിനിമയിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് ഗൗതമി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും നായികയായി പകർന്നാടിയ ഗൗതമി തമിഴിലാണ് കൂടുതലും ശ്രദ്ധിച്ചത്. അപൂർവ സഹോദരങ്ങൾ, രാജചിന്ന റോജ, തേവർ മകൻ, പണക്കാരൻ, ഗുരുശിഷ്യൻ, ധർമ്മദുരൈ, ഋഷാമാമ, ഇരുവർ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായികയായ ഗൗതമി രജനീകാന്ത്, കമലഹാസൻ, വിജയകാന്ത്, പ്രഭു, കാർത്തിക്, അർജുൻ, ശരത് കുമാർ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ നായികയായിരുന്നു. തമിഴിൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായും ഗൗതമി അഭിനയിച്ചിട്ടുണ്ട്. 1990 സിബിമലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് ഗൗതമി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് ശ്രീനിവാസന്റെ നായികയായി വിദ്യാരംഭം, രാജസേനന്റെ സംവിധാനത്തിൽ ജയറാമിന്റെ നായികയായി അയലത്തെ അദ്ദേഹം, സുരേഷ് ഗോപി, അരവിന്ദസ്വാമി എന്നിവരുടെ നായികയായി ഡാഡി, ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ധ്രുവം, തുടർന്ന് ജാക്ക്പോട്ട്, ആഗ്നേയം, സുഹൃതം, ചുക്കാൻ, ആയിരം നാവുള്ള അനന്തൻ, സാക്ഷ്യം, വാചാലം തുടങ്ങിയ ഒരുപടി മലയാള സിനിമകളിൽ ഗൗതമി നായികയായി തിളങ്ങി. അന്യഭാഷയിൽ നിന്നും മലയാളത്തിലെത്തിയ മികച്ച നടികളിൽ ഒരാളാണ് ഗൗതമി.